कुंज विहारी जय राधा माधव जय कुंज विहारी जय गोपीजन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोधनंदन जय वृद्धजनरंजन जय यमुनातीरवनचारी जय कुंज विहारी जय यमुनातीरवनचारी जय कुंज विहारी जय राधा माधव जय कुंज विहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम हरे हरे जय राधा माधव राधे जय राधा माधव राधे जय राधा गोविंद राधे जय राधा मदन मोहन राधे जय राधा गोविंद राधे जय जगन्नाथ जय बलदेवा जय सुभद्रमणि जय नरसिंह देव जय नरसिंह देव जय गौरानिताय गौरानिताय जय गौरानिताय जय शिरोबसन धन भट्ट रघुनाथ श्रीजीव गोपाल भट्ट दास रघुनाथ जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव जय श्री राधा माधव की जय जय श्री राधा गोविंद की जय जय श्री राधा की जय जय श्रील प्रभुपाद की जय जय श्री लीला माधव की जय हरे कृष्णा ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः
श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा माह्यं ददाति सपदान्तिहम् वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुं वैष्णवांश श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्ण पादान् सहगण ललिता श्रीविशाखान्वितांश हे कृष्णा करुणा सिंधो दीनबंधो जगत्पदे गोपेश गोपिका कांत राधा कांत नमस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण। അപ്പോൾ ആദ്യമായിട്ട് ഭഗവാന്റെ മഹാത്മ്യം പറയുന്ന ശ്രീമദ് ഭാഗവതം എടുക്കാൻ അവസരം തന്ന നമ്മുടെ നീലമാധവ ക്ഷേത്രത്തിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തർക്കും വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ടതും ഹരേ കൃഷ്ണ. ഇപ്പോൾ വളരെയധികം ഈ സമയം എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് അറിയില്ല. ഈ സമയം എല്ലാവരും വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച ദിവസമാണ് അവിടുത്തെ 8 മണി എന്ന് പറയുന്നത്, ഇവിടുത്തെ 5:30. അപ്പോൾ കാര്യം ഓഫീസിൽ പോണവർക്ക് തിടുക്കമായിരിക്കും, ജോലിക്ക് പോകുന്നവർക്ക് തിടുക്കമായിരിക്കും, അതുപോലെ കുട്ടികളെ സ്കൂളിൽ വിടുന്നവർക്ക് തിടുക്കമായിരിക്കും, കുക്കിങ്ങിൽ എല്ലാവർക്കും എന്താണ് തിരക്കായിരിക്കും. എങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ഈ സമയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എല്ലാ നമ്മുടെ ക്ഷേത്ര ഇസ്കോൺ ക്ഷേത്രങ്ങളിലും 8 മണിക്കാണ് ശ്രീമദ് ഭാഗവതം ക്ലാസ് ഉള്ളത്. അപ്പോഴ് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ സമയമെങ്കിലും എല്ലാവരും ഓൺലൈനിലായിട്ട് ഇരുന്ന് അവരവരുടെ എന്താണ് വീട്ടിലെ സർവീസുകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ തിടുക്കം കാണിക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾക്കത് കേൾക്കട്ടെ എന്ന് ഒരുപക്ഷെ വലിയ മുതിർന്ന ഭക്തന്മാർ അല്ലെങ്കിൽ മറ്റ് സന്യാസിവര്യന്മാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ നിർദ്ദേശപ്രകാരമായിരിക്കും നിങ്ങൾ ഈ സമയം തിരഞ്ഞെടുക്കും. ഹരേ കൃഷ്ണ. മാത്രമല്ല എനിക്കിങ്ങനെ ഒരു ഇതാണ് ഭാഗവതം ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് നമ്മള് ഡിസ്കഷൻ ക്ലാസ്സിൽ കൂടെ എനിക്കും എന്റെയും ശുദ്ധീകരണം നടക്കും. അപ്പോൾ ഇതിന്റെ എല്ലാത്തിനും സഹായിച്ച നിങ്ങൾ എല്ലാവർക്കും എന്റെ പാതാരവിന്ദങ്ങൾ, എന്റെ പ്രണാമം. നമുക്ക് ശ്രീമദ് ഭാഗവതം തുടങ്ങാം. അതായത് അധ്യായം 3 കൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ്. ആ ചാപ്റ്ററിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കഷൻ ചെയ്യുന്നത്. ശ്ലോക നമ്പർ 41. തദീദം ഗ്രാഹയാമാസ സുധാത്മവധാംബരം സർവവേദേതിഹാസാനം സാരം സാരം സമുദ്രിതം. തദിദം ഗ്രാഹയാമാസ സുധാ ആത്മവദാംബരം സർവവേദീതിഹാസാനം സാരം സാരം സമുദ്രിതം. തദിദം ഗ്രാഹയാമാസ സുധാ ആത്മവദാംബരം സർവവേദീതിഹാസാനം സാരം സാരം സമുദ്രിതം. ഹരേ കൃഷ്ണ. വാക്കർത്ഥം വായിക്കാം. തത് ആ ഇതം ഈ ഗ്രഹയാം ആസ അംഗീകരിച്ചു, സുതം അദ്ദേഹത്തിന്റെ പുത്രൻ, ആത്മവധാം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരുടെ വരം, അതീവ ബഹുമാന്യനായ സർവം വേദ സാഹിത്യങ്ങൾ വേദങ്ങൾ, ഇതിഹാസാനം സർവചരിത്രങ്ങളുടെയും സാരം അന്തസത്ത, സാരം സമുദ്രിതം പുറത്തു കൊണ്ടുവന്ന് വെളിവാക്കി വിവർത്തനശീല പ്രഭാതിക്കും. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരിൽ പ്രമുഖനും അഭിവന്ദ്യനുമായ തന്റെ പുത്രന് ശ്രീ വ്യാസദേവൻ സർവവേദ സാഹിത്യങ്ങളുടെയും പ്രപഞ്ച ചരിത്രങ്ങളുടെയും സാരാംശം പകർന്നു നൽകി. ഭാവാർത്ഥം ശ്രീ ബുദ്ധന്റെ കാലം മുതൽ, അതായത് 600 BC മുതലാണ് അല്പജ്ഞാനികൾ ലോക ചരിത്രത്തെ അംഗീകരിച്ചു തുടങ്ങിയത്.
അതിനു മുമ്പ് ധർമ്മശാസ്ത്രങ്ങൾ വിവരിച്ചിരുന്ന എല്ലാ ചരിത്രങ്ങളെയും അവർ കാൽപ്പനിക കഥകളായി മാത്രമാണ് ഗണിച്ചിരുന്നത്. അത് പരമാർത്ഥമല്ല. പുരാണങ്ങൾ, മഹാഭാരതം തുടങ്ങിയവർ പ്രതിപാദിക്കുന്ന സർവ്വകഥകളും ഈ ഗ്രഹത്തിന്റെ മാത്രമല്ല, പ്രപഞ്ചത്തിലെ ദശലക്ഷക്കണക്കിനുള്ള മറ്റു ഗ്രഹങ്ങളുടെയും യഥാർത്ഥ ചരിത്രങ്ങളാണ്. ചിലപ്പോഴൊക്കെ ഈ ലോകത്തിനുപരിയായ ഗ്രഹങ്ങളിലെ ചരിത്രങ്ങളും ആ ഗ്രഹത്തിൽപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച വസ്തുക്കളുമൊക്കെ സാധാരണക്കാർക്ക് അവിശ്വസനീയങ്ങളാണ്. ഏത് വിധത്തിലായാലും വ്യത്യസ്തങ്ങളായ വിഭിന്ന ഗ്രഹങ്ങൾ ഒരു വിധത്തിലും സമാനമല്ലെന്ന് അവർ അറിയുന്നില്ല. മറ്റെല്ലാ ഗ്രഹങ്ങളിൽ നിന്നും ലഭിക്കുന്നതാകിയാൽ ചില ചരിത്ര സത്യങ്ങൾ ഈ ഗ്രഹത്തിന്റെ അനുഭവത്തിന് അനുയുക്തമല്ല. വ്യത്യസ്ത ഗ്രഹങ്ങളിൽ വിഭിന്നങ്ങളായ അവസ്ഥകളെയും കാലങ്ങളെയും പരിസ്ഥിതികളെയും പരിഗണിച്ചാൽ പുരാണങ്ങളിലെ കഥകളിൽ അവിശ്വസിക്കേണ്ടതായിട്ടോ അത്ഭുതപ്പെടേണ്ടതായിട്ടോ യാതൊന്നും തന്നെയില്ല. ഒരുവന്റെ ആഹാരം മറ്റൊരുവനും വിഷം എന്ന നീതിവാക്യം നാം ഓർമ്മിക്കണം. ആകയാൽ നാം പുരാണങ്ങളിലെയും ചരിത്രങ്ങളിലെയും കഥകളെ സാങ്കല്പികമായി കരുതി തിരസ്കരിക്കരുത്. ശ്രീ വ്യാസദേവനെ പോലുള്ള അതിശ്രേഷ്ഠ ഋഷിക്ക് വേദസാഹിത്യങ്ങൾ കാൽപ്പനികമായ കഥകൾ ഉൾക്കൊള്ളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ശ്രീമദ് ഭാഗവതത്തിൽ വിഭിന്ന ഗ്രഹങ്ങളിലെ ചരിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചരിത്ര സത്യങ്ങളെ വിശദമായി വർണ്ണിച്ചിരിക്കുന്നു. ആകയാൽ ശ്രീമദ് ഭാഗവത് എല്ലാ ആധ്യാത്മിക പ്രമാണികന്മാരും മഹാപുരാണമായി അംഗീകരിച്ചിരിക്കുന്നു. ഈ ചരിത്രങ്ങളുടെ സവിശേഷത സാർത്ഥകത എന്തെന്നാൽ അവയെല്ലാം തന്നെ വ്യത്യസ്ത കാലയളവിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലായുള്ള ഭഗവത്ഗീതകളാൽ ബന്ധപ്പെട്ടവയാണ്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച സർവശ്രേഷ്ഠ വ്യക്തികളിലും അത്യുന്നതൻ ശ്രീല ശുകദേവ ഗോസ്വാമി ആകുന്നു. മാത്രമല്ല അദ്ദേഹം ഈ അധ്യയന വിഷയങ്ങളെ സ്വപിതാവായ വ്യാസദേവനിൽ നിന്നാണ് സ്വീകരിച്ചത്. ശ്രീല വ്യാസദേവൻ മഹാപ്രാമാണികനായിരുന്നു. ശ്രീമദ് ഭാഗവത ശ്രദ്ധാ വിഷയം അതീവ പ്രാമുഖ്യമുള്ളതാണ്. ആകയാൽ ശ്രീല വ്യാസദേവൻ ഈ സന്ദേശത്തെ പ്രാഥമികമായി തന്റെ പുത്രന് ശ്രീ ശുകദേവ ഗോസ്വാമിക്ക് പകർന്നു നൽകി. ഇതിനെ ക്ഷീരത്തോട് സാമ്യപ്പെടുത്താം. വിജ്ഞാനത്തിന്റെ ക്ഷീരസാഗരമാണ് വേദസാഹിത്യം. അതിന്റെ ഉത്തമാംശം അഥവാ വെണ്ണ ക്ഷീരത്തിന്റെ അത്യധിക രുചികരമായ സത്താണ്. അതുപോലെ തന്നെയാണ് ശ്രീമദ് ഭാഗവതവും. ഭഗവാന്റെ ഭഗവത് ഭക്തരുടെ സർവ സ്വാദിഷ്ടവും നിർവ്യാജവും പ്രാമാണികയുക്തമായ വിഭിന്ന കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നവ ആകയാൽ ശ്രീമദ് ഭാഗവത്തെ ക്ഷീരജത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. കച്ചവട മനോഭാവത്തോടെ സാധാരണക്കാർക്കായി ഭാഗവതം പാരായണം ചെയ്യുന്ന നാസ്തികർ, അവിശ്വാസികൾ എന്നിവയിൽ നിന്നും ഭാഗവത സന്ദേശം ഉൾക്കൊള്ളുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഉണ്ടാകുന്നില്ല. ശ്രീ ശുകദേവ് ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതം പകർന്നു നൽകപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന് ഭാഗവത കച്ചവടത്തിൽ യാതൊരു താല്പര്യമില്ല. അദ്ദേഹത്തിന് ആവിധ കച്ചവടത്തിലൂടെ കുടുംബ ചെലവുകൾ നിർവഹിക്കേണ്ടതായിട്ടില്ല. ആകയാൽ നിശ്ചയമായി ശ്രീമദ് ഭാഗവതം ശ്രീ ശുകദേവ് ഗോസ്വാമിയുടെ പ്രതിനിധിയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ. മാത്രമല്ല ശ്രീ ശുകദേവ് ഗോസ്വാമിയുടെ പ്രതിനിധി നിശ്ചയമായും കുടുംബ പ്രതിബന്ധങ്ങളില്ലാത്ത സന്യാസാശ്രമം സ്വീകരിച്ച ഒരാളായിരിക്കും. ക്ഷീരം സംശയമന്യ വളരെ നല്ലതും ആരോഗ്യപ്രദായകവും പോഷകഗുണമുള്ളതുമാകുന്നു. എന്നാൽ സർപ്പദംശനമേറ്റ ക്ഷീരം പോഷകഗുണങ്ങളുള്ളതാകില്ലെന്ന് മാത്രമല്ല മരണഹേതുവുമാകുന്നു. അതുപോലെ വൈഷ്ണവ അനുശാസനങ്ങൾ കർശനമായി പാലിക്കാത്ത ഒരാൾ ശ്രീമദ് ഭാഗവത വൃത്തി നടത്തി നിരവധി ശ്രോതാക്കളുടെ ആത്മീയ മൃതിക്ക് ഹേതുവായി തീരരുത്. സർവ്വവേദങ്ങളുടെയും പരമലക്ഷ്യം തന്നെ അറിയുകയാണെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലേഖ വിജ്ഞാന സ്വരൂപമാണ്. ആകയാൽ ശ്രീമദ് ഭാഗവതം സർവ്വവേദങ്ങളുടെയും സാരാംശമാകുന്നു. മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട സമഗ്ര കാലഘട്ടത്തിലും അഖില ചരിത്ര സത്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പരമാർത്ഥ സർവ്വചരിത്രങ്ങളുടെയും അന്തഃസത്യമാണ് ശ്രീമദ് ഭാഗവതം. ഓം തത് സത്. നമോ ഓം വിഷ്ണുപദായ कृष्ण प्रेष्ठाय भूतले श्रीमदे भक्ति वेदांत स्वामिनिधि नामिने नमस्ते सरस्वते देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे.
ആരാധ്യോ ഭഗവാൻ ബ്രജേശതനയ തദ്ധാമ വൃന്ദാവന രമ്യാം കചിതുപാസന വ്രജവധൂ വർജിനയാ കൽപിതം ശ്രീമദ്ഭാഗവതം പ്രമാണമമായം പ്രേമ പുമാർത്തോ മഹാ ശ്രീ ചൈതന്യ മഹാപ്രഭു മദമിദം തത്ര ധരോ പരാ കരാരവിന്ദേന പാദാരവിന്ദം മുഖാരവിന്ദേന വിനിവേശയന്തം വടസ്യ പാത്രസ്യ കുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാദ നാരായണ വാസുദേവ. ശ്രീ ഗുരു പരമാനന്ദ പ്രേമാനന്ദ ഫലപ്രദ വ്രജനന്ദ പ്രദാനന്ദ സേവയാമാം നിയോജയാം. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. നമുക്ക് ഈ അദ്ദേഹത്തിന്റെ പേര് സർവ അവതാര ശ്രീകൃഷ്ണൻ അവതാരത്തിന്റെ സ്രോതസ് എന്നാണ് ഈ അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോഴിതില് നമ്മള് ഇതുവരെ നമുക്ക് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ള ഈ ചാപ്റ്ററിൽ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം നമുക്ക് ചെറിയൊരു സംക്ഷിപ്ത രൂപേണ പറയാം. എന്നിട്ട് ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തിനെ കുറിച്ച് നമുക്ക് പറയാം. അതായത് ആദ്യം ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ, കാര്യം അദ്ദേഹത്തിന്റെ പേര് തന്നെ എല്ലാ ശ്രീകൃഷ്ണനാണ് സർവ്വ അവതാരങ്ങളുടെ സ്രോതസ് എന്നാണ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പുരുഷ അവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കാമോദകശായ വിഷ്ണു, അതുപോലെ ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു, ഇങ്ങനെ 3 വിഷ്ണുമാരെ കുറിച്ച് പറയുന്നു. കാമോദകശായ വിഷ്ണുവാണ് ഈ അഖില ബ്രഹ്മാണ്ടങ്ങൾ, സകലവിധ ബ്രഹ്മാണ്ടങ്ങൾക്കും പ്രപഞ്ചങ്ങളുടെ വിന്യാസത്തിന് എല്ലാത്തിനും കാരണം കാമോദകശായ വിഷ്ണുവാണ്. അങ്ങനെ ആ കാമോദകശായ വിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്നും അസംഖ്യം പ്രപഞ്ചങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രപഞ്ചങ്ങളിൽ ഓരോന്നിനും വൈവിധ്യം നൽകിക്കൊണ്ട് തന്നെ കാമോദകശായ വിഷ്ണുവിൽ നിന്ന് ഗർഭോദകശായ വിഷ്ണു രൂപം കൊണ്ട് ഗർഭോദകശായ വിഷ്ണു ഓരോ പ്രപഞ്ചത്തിൽ ഉൾപ്പോകി ആ പ്രപഞ്ചങ്ങൾക്ക് വൈവിധ്യം നൽകുന്നു. അതിനുശേഷം അപ്പോൾ അനേകം ക്ഷീരോദകശായ വിഷ്ണു ഗർഭോദകശായ വിഷ്ണു വിസ്തരണം ചെയ്യുകയാണ്. കാമോദകശായ വിഷ്ണു ഒന്നാണെങ്കിലും ഗർഭോദകശായ വിഷ്ണു അനേകമാണ്. കാര്യം ഓരോ പ്രപഞ്ചം, കോടാനുകോടി പ്രപഞ്ചങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രപഞ്ചങ്ങളിലെല്ലാം ഗർഭോദകശായ വിഷ്ണു വിസ്തരിക്കുന്നു. അതുപോലെ തന്നെ ആ പ്രപഞ്ചങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ജീവജാലങ്ങളിൽ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പരമാത്മാവായിട്ട് ക്ഷീരോദകശായ വിഷ്ണു രൂപം കൊള്ളും. അപ്പോൾ എത്ര ക്ഷീരോദകശായ വിഷ്ണു ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഗർഭോദകശായ വിഷ്ണു എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ പരമാത്മാവായിട്ട് ക്ഷീരോദകശായ വിഷ്ണു എല്ലാവരുടെയും ഹൃദയത്തിൽ കൊടുക്കുന്നു, എല്ലാ സർവ്വജീവജാലങ്ങളുടെയും ഹൃദയത്തിലും. മാത്രമല്ല എല്ലാ പ്രപഞ്ചങ്ങളിലും എല്ലായിടത്തും വേർതിരിച്ചിരിക്കുന്നതും ക്ഷീരോദകശായ വിഷ്ണുവാണ്. ഇങ്ങനെ 3 വിഷ്ണുവിനെ കുറിച്ച് അവതാരത്തിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം വിരാട് രൂപത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വരൂപത്തിനെ കുറിച്ച് പറയുന്നു. വിരാട് രൂപം ഭഗവാന്റെ ഭൗതിക സ്വരൂപമായിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ വിരാട് രൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ രൂപമല്ല, അതൊരിക്കലും അതീന്ദ്രിയമായിട്ടുള്ള രൂപമല്ല. വിരാട് രൂപം അല്ലെങ്കിൽ വിശ്വരൂപം എന്ന് പറയുന്നത് അത് ഈ അല്പജ്ഞാനികൾക്ക് ഭഗവാന്റെ രൂപമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു രൂപമാണ് വിരാട് രൂപം അല്ലെങ്കിൽ വിശ്വരൂപം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്നത് ഈ പുരുഷ അവതാരത്തിൽ, അതായത് എല്ലാ അവതാരങ്ങളും ഈ പുരുഷ അവതാരത്തിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നിട്ടാണ് ബ്രഹ്മാവ്, അതുപോലെ തന്നെ വിഷ്ണു, ശിവൻ എല്ലാവരും രൂപം കൊണ്ടിരിക്കുന്നത് ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നിട്ടാണ്.
അതുപോലെ തന്നെ ക്ഷീരോദകച്ചായ വിഷ്ണുവിൽ നിന്നിട്ടാണ് മറ്റു അവതാരങ്ങളെല്ലാം രൂപം കൊള്ളുന്നത്. അപ്പൊ ഈ അവതാരങ്ങൾ തന്നെ രണ്ടായിട്ടുണ്ട്. ഒന്ന് പ്രത്യക്ഷ അവതാരങ്ങളുമുണ്ട്, പരോക്ഷ അവതാരങ്ങളുമുണ്ട്. ഇതിൽ പരോക്ഷ അവതാരങ്ങളെ നമ്മൾ വിഭൂതികൾ എന്നാണ് പറയുന്നത്. പരോക്ഷ അവതാരം കുമാരന്മാരൊക്കെ സൽകുമാരാദികളൊക്കെ വിഭൂതികൾ പെടുന്നതാണ്. അവർക്ക് ശക്തി വളരെ കുറവായിരിക്കും. പിന്നെ പലതരത്തിലുള്ള അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് 22 അവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഈ അധ്യായത്തിൽ. അതിൽ കുമാരന്മാര്, സനൽകുമാരാദി ഋഷികള്, പിന്നെ വരാഹദേവൻ, അതുപോലെ തന്നെ നാരദ മഹർഷി, കപിലൻ, യജ്ഞൻ, ദത്താത്രയൻ, ഇങ്ങനെ ഋഷഭദേവൻ, പൃഥുമഹാരാജാവ്, മത്സ്യകൂർമ്മ, വരാഹ, മോഹിനി, ഇങ്ങനെ ഈ അവതാരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം കൃഷ്ണൻ, ബലരാമൻ, കൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീ ബുദ്ധൻ, കൽക്കി, ഇങ്ങനെ 22 അവതാരങ്ങൾ പറഞ്ഞ് നിർത്തുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ലെ, ഇതില് ശക്തി കുറഞ്ഞ അവതാരങ്ങൾ വിഭൂതികൾ എന്നാണ് പറയുന്നത്. 2 രീതിയിലുണ്ട്. ഒന്ന് ശക്തി കുറഞ്ഞവർ വിഭൂതികൾ എന്ന് പറയും, പ്രബലരായിട്ടുള്ള അവരെ ശക്തിയാവേശ അവതാരങ്ങൾ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ അവതാരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഏതേച്ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വേകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഈ പറഞ്ഞ അവതാരങ്ങളെല്ലാം, അതായത് ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ 22 അവതാരങ്ങൾ, ഈ പറഞ്ഞ അവതാരങ്ങളെല്ലാം ഭഗവാന്റെ പൂർണ്ണ അംശങ്ങളോ അല്ലെങ്കിൽ പൂർണ്ണ അംശങ്ങളുടെ അംശങ്ങളോ ആണ്. എന്നാൽ ഭഗവാൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഭഗവാൻ എന്ന് പറയുന്നത് സ്വയം പരമ ദിവ്യോത്തമ പുരുഷനാണ്. ഭഗവാൻ അവതാരിയാണ്. ബാക്കി എല്ലാവരും അവതാരങ്ങളാണെങ്കിൽ ഭഗവാൻ അവതാരം. എല്ലാ അവതാരങ്ങളും ഭഗവാനിൽ നിന്നിട്ടാണ് വരുന്നത്. അതിനാൽ ഭഗവാന് തുല്യമായിട്ടോ ഉപരിയായിട്ടോ ആരുമില്ല. അതുകൊണ്ട് ഭഗവാൻ എന്താണ്? പൂർണ്ണ പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനാണ് എന്ന് സ്ഥാപിക്കുന്നതാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ സർവ പരമാധികാരത്തെ അവിടെ സൂചിപ്പിക്കുകയാണ്. അതിനാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഈ ശ്ലോകത്തിനെ ഭാഗവതത്തിന്റെ പരിഭാഷ സൂത്രം എന്നാണ് പറയുന്നത്. ഏതേച്ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഈ ശ്ലോകം ഭാഗവതത്തിന്റെ പരിഭാഷ സൂത്രം എന്ന് പറയുന്നു. കാര്യം ശ്രീമദ് ഭാഗവതം മുഴുവനും വെളിച്ചം വീശുന്നത് ഈ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഭാഗവതം പഠിക്കേണ്ടതും ഈ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കേണ്ടത്. അതിനാൽ ഇതിന് പരിഭാഷ സൂത്രം എന്നാണ് ഈ ശ്ലോകത്തിന് പറയുന്നത്. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അങ്ങനെ ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനാണ് ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ഭഗവാൻ നിന്നിട്ടാണ് സർവ്വ അവതാരങ്ങളും ഉണ്ടാകുന്നത്. ഭഗവാന് തുല്യമായിട്ടോ ഉപരിയായിട്ടോ ആരുമില്ല. ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനാണെന്ന് സ്ഥാപിച്ചതിന് ശേഷം, കാര്യം ഇനി ഒരിക്കലും ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, എല്ലാവർക്കും കൃഷ്ണൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു എന്താണ്, എല്ലാവർക്കും ആ ഒരു രീതിയിലാണ് എല്ലാവരുടെ അറിവ് വന്ന് കിടക്കുന്നത്. പക്ഷെ അതിനെ മാറ്റുന്ന രീതിയിലാണ് ഇവിടെ ഭാഗവത പ്രമാണം പറയുന്നത്. ശ്രീല ശിവദേവ് ഗോസ്വാമി, വാസുദേവൻ ഇവരെല്ലാവരും പ്രമാണമായിട്ട് പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ ഭഗവാനാണ്. ഭഗവാനാണ് ആദ്യ പുരുഷൻ. ആ ഭഗവാൻ നിന്നിട്ടാണ് സർവ്വതും വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അതിനുശേഷം മുക്തിയെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ അവതാരങ്ങളുടെ എല്ലാം പറഞ്ഞ ശേഷം മുക്തിയെ കുറിച്ച് പറയുന്നു. അതായത് അതെല്ലാം വളരെ ചെറിയ ചെറിയ വിവരണങ്ങളോടുകൂടിയാണ്, ഓരോരോ ശ്ലോകം വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. എപ്പോഴാണ് ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും അന്യമായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ആത്മാവിന്റെ സ്വരൂപം. ഒരിക്കലും സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവുമായിട്ട് ബന്ധമില്ല. ഇത് എപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത്? ആത്മാവ് ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ശരീരങ്ങളെ സ്ഥൂല ശരീരം എന്ന് പറയും. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയെ സൂക്ഷ്മ ശരീരം എന്ന് പറയും. ഇവയിൽ നിന്ന് അന്യമാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് മുക്തി കിട്ടുന്നത് എന്ന് പറയും. പിന്നെ പറയുന്നത് മായയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് ഉള്ള ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതായത്
നമ്മുടെ എങ്ങനെ പുറത്തു വരാം? നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കഴിയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോഴും വിദ്യുത് ശക്തി നമ്മുടെ അറിയാം, ഇലക്ട്രിസിറ്റി നമുക്ക് ചൂടാക്കാനും തണുപ്പിക്കാനും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഭഗവത് അർപ്പിതമായി കഴിഞ്ഞാൽ അത് ആത്മീയമായി മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മായയിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മുക്തനായി വരാമെന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ ലീലകളെല്ലാം എന്താണ്? ആത്മീയമാണ് അല്ലെ? യാതൊരു ഉപാധിയും ഇല്ലാതെ നമ്മൾ ഭഗവാനെ സേവ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. സർവ ഉപാധി വിനിർമുക്തം തത് പരുത്തേന സേവയ ഋഷികേശ സേവനം ഭക്തിരിച്ചത് എന്ന് പറയുന്നത് അല്ലെ? സർവ ഉപാധി, യാതൊരു ഉപാധിയും വയ്ക്കാതെ നമ്മൾ ഭഗവാനെ എന്ത് ചെയ്യണം? സേവ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സേവയാണ് എന്താണ്? ഭക്തിയുത ഭഗവത് സേവനം എന്ന് പറഞ്ഞു. ഒരു ഉപാധികൾ നമ്മൾ വയ്ക്കാൻ പാടില്ല. അത്തരത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അപ്പൊ ഇങ്ങനെ ഇത്രയും പറഞ്ഞതിന് ശേഷം സുതഗോസ്വാമി ഇപ്പൊ ശൗനകാദി ഋഷികളും സുതഗോസ്വാമിയും തമ്മിലുള്ള സംഭാഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ സുതഗോസ്വാമി ശൗനകാദി ഋഷികളെ വളരെയധികം പ്രകീർത്തിക്കുന്നുണ്ട്. കാര്യം നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെയധികം ലോകത്തിന് മംഗളകരമാണ്. മാത്രമല്ല ഭഗവാന്റെ ലീലകൾ പറഞ്ഞു തരാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വളരെയധികം പ്രാധാന്യമെന്ന് പറഞ്ഞു. എന്നിട്ട് സുതഗോസ്വാമി വ്യാസദേവനെ വളരെയധികം ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സുതഗോസ്വാമി പറയുന്ന ശ്ലോകമാണ് ഈ ശ്ലോകം. അതായത് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ആ ശ്ലോകം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതുവരെയുള്ള ആ ഒരു പറഞ്ഞതിന്റെ ഒരു ഒരു ചുരുക്കം, സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് ഇതുവരെയാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഇന്നത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം. ആത്മസാക്ഷാത്കാര സിദ്ധിച്ച ഒരു പ്രമുഖനും അഭിമന്യനുമായ തന്റെ പുത്രന് ശ്രീ വ്യാസദേവൻ സർവ്വ വേദ സാഹിത്യങ്ങളുടെയും പ്രപഞ്ച ചരിത്രങ്ങളുടെ സാരാംശം പകർന്നു നൽകുകയാണ്. അപ്പോൾ ശ്രീല ശുകദേവ ഗോസ്വാമി എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു വളരെ പ്രമുഖൻ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വളരെ പ്രമുഖനാണ് ശുകദേവ ഗോസ്വാമി എന്നത്. അപ്പോൾ ആ ശുകദേവ ഗോസ്വാമിക്ക് വ്യാസദേവൻ അഭിമന്യനുമായ തന്റെ പുത്രൻ വ്യാസദേവന് എന്ത് ചെയ്തു? സർവ്വ വേദ സാഹിത്യങ്ങളും പ്രപഞ്ച ചരിത്രങ്ങളുടെ സാര അംശം പകർന്നു നൽകി എന്നാണ്. അതായത് ഈശ്വരനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധി ആർജിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് 3 മാർഗങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന് വേദമാർഗം, ഒന്ന് പഞ്ചരാത്ര മാർഗം, ഒന്ന് ഭാഗവത മാർഗം. ഇതിൽ വേദമാർഗം എന്ന് പറയുന്നത് വളരെയധികം ഈ കലികാലത്തിൽ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടാണ്. വൈദിക നിയമപ്രകാരമുള്ള മാർഗങ്ങൾ പിന്തുടരുക. അതായത് രാവിലെ എണീറ്റിട്ട് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം, യജ്ഞങ്ങൾ സംഘടിപ്പിക്കണം. മാത്രമല്ല മറ്റ് എല്ലാ കാര്യങ്ങളും വളരെയധികം പരിശുദ്ധി നമുക്കുണ്ടായിരിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നത് വേദങ്ങൾ. വേദമാർഗം പിന്തുടരുന്നത് പ്രത്യേകിച്ച് കലിയുഗത്തിൽ വളരെയധികം ദുർഘടമാണ്. അതിനാൽ തന്നെ നമ്മുടെ ആചാര്യന്മാർ, പ്രത്യേകിച്ച് സനാതന രൂപ ഗോസ്വാമിമാർ, അതിനെ തുടർന്ന് വന്ന ചില പ്രഭുപാദ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 2 വിധികളാണ്. ഒന്ന് പഞ്ചരാത്ര വിധികളും അതുപോലെ തന്നെ ഭാഗവത വിധിയുമാണ്. ഇതിൽ പഞ്ചരാത്ര വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DT വർഷം ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നുണ്ട്, 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് രണ്ടും ഉൾപ്പെടുന്നതാണ്, ഈ 5 കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്നത് പഞ്ചരാത്ര വിധിയും ഭാഗവതം. ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്ന 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഡെയിലി നമ്മൾ ഭാഗവതം വായിക്കുക, അല്ലെങ്കിൽ ഭഗവത്ഗീത, ഭാഗവതം ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യുക. 1. 2 സത്സംഗം നമ്മൾ ചെയ്യുക. ഭക്തന്മാരുമായിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? സത്സംഗം ചെയ്യുക. 3 DT വർഷിപ്പ്, നമ്മൾ വിഗ്രഹ ആരാധന ചെയ്യുക. അപ്പൊ വിഗ്രഹ ആരാധന ചെയ്യുമ്പോഴത്തേക്ക് വിഗ്രഹം തന്നെ വെച്ചിട്ട് ആരാധന ചെയ്യണമെന്ന് അർത്ഥമില്ല. ഭഗവാന്റെ ഏതെങ്കിലും ഫോട്ടോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആരാധന ചെയ്യാം. അതിൽ പൂക്കൾ അർപ്പിച്ചും അഗർബത്തി കത്തിച്ചും ആ രീതിയിൽ ചെയ്യാം. പിന്നെ പറയുന്നത് എന്താണ്? ഹരിനാമ കീർത്തനം.
അല്ലെ? ഭഗവാന്റെ നാമം ജപിക്കുക. 5 പറയുന്നത് മധുരവാസം. മധുരവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വൃന്ദാവനത്തിൽ ചെന്ന് വസിക്കണമെന്നല്ല. ഭഗവാനെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം വൃന്ദാവനത്തിന് തുല്യമെന്ന് പറയുന്നു. ഈ മാർഗമാണ് നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുള്ളത്. അതിൽ തന്നെ ശ്രീമദ് അതില് വളരെയധികം പാടാണ് ഈ ഭാഗവത മാർഗം എന്ന് പറയുന്നത്. ഈ ഭാഗവത മാർഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ഭാഗവത്തിൽ പറയുന്ന ആൾക്കാരെല്ലാവരും, ഇപ്പൊ സുഖദേവ് ഗോസ്വാമി ആകട്ടെ, സുധ ഗോസ്വാമി ആകട്ടെ, ശൗനകാദി ഋഷികളാകട്ടെ, അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ രാജാക്കന്മാരെ കാണാം. അംബരീഷ മഹാരാജാവ്, അതുപോലെ രാജാക്കന്മാർ, ഇവരെല്ലാവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും സാധാരണപ്പെട്ട രീതിയിലല്ല അവരുടെ ജീവിത നിലവാരം. പൂർണ്ണമായിട്ടും ഭൗതികതയിൽ നിന്നും അല്ലെ വിഷയങ്ങളിൽ നിന്നെല്ലാം വൈരാഗ്യം വന്ന് ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന അവരുടെ ചരിത്രങ്ങളാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ ഭക്തന്മാരുടെ ചരിത്രമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അതാണ് ഭാഗവത വിധി എന്ന് പറയുന്നത്. നമ്മൾക്കുള്ള ഗൃഹസ്ഥർ, നമ്മൾ ഈ കലികാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ആ ഭാഗവത വിധി ആ രീതിയിൽ പിന്തുടരുന്നത് വളരെയധികം ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വളരെ എളുപ്പവുമാണ്. പക്ഷെ നമ്മളുടെ മനസ്സിൽ പല രീതിയിലുള്ള വാസനകൾ, ഇവിടെ പല ബന്ധങ്ങൾ നമുക്കുള്ളത് കാരണം എന്താണ്, അത് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ 2 മാർഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണ ശുദ്ധീകരണം, പിന്നെ അതുപോലെ തന്നെ പരിത്യാഗം. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി നിയന്ത്രണം, നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച്, ഇന്ദ്രിയ നിയന്ത്രണം വരുന്നതോടുകൂടി നമുക്ക് പരിത്യാഗം ഉണ്ടാകും, വൈരാഗ്യം ഉണ്ടാകും. ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് ശുദ്ധീകരണം കൂടുതലുണ്ടാകും. ആ ശുദ്ധീകരണത്തിൽ കൂടി മാത്രം നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുക. അല്ലേ? ഇപ്പോൾ ഹരിനാമം ജപിക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് വളരെയധികം ആനന്ദമുണ്ടാകും. രോമാഞ്ച കമ്പാശ്രു തരംഗഭാജു, നമ്മുടെ ശരീരത്തിൽ രോമങ്ങളൊക്കെ എണീറ്റ് നിന്ന് കണ്ണുനീർ ആനന്ദം കൊണ്ട് കണ്ണുനീർ വാർക്കുകയൊക്കെ ചെയ്യുന്ന എത്ര പേരുണ്ട്? കാര്യം വളരെ ചുരുക്കമാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ശുദ്ധീകരണം ഉണ്ടായി പിന്നെ നമുക്ക് ജപിക്കുമ്പോൾ ഈ രീതിയിലുള്ള ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയ ശബ്ദത്തിൽ വളരെയധികം ആനന്ദം ഉണ്ടാകും. ഇതില് തന്നെ വേദത്തിൽ തന്നെ പറയുന്ന വേദങ്ങൾ, നമുക്കറിയാം 4 വേദങ്ങളുണ്ട്. ആ 4 വേദങ്ങളിൽ തന്നെ ഓരോ വേദത്തിന് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം, ഇങ്ങനെ 4 വേദങ്ങളുണ്ട്. ഈ ഓരോ വേദത്തിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ആദ്യം സംഹിതകള്, പിന്നെ ബ്രാഹ്മണ സംഹിത, ബ്രാഹ്മണ, ആരണ്യ, ഉപനിഷത്ത്, ഇങ്ങനെ 4ആയിട്ട് വിഭാഗം ചെയ്തിട്ടുണ്ട്. അതില് സംഹിത എന്ന് പറയുന്നത് വെറും മന്ത്രങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. അത് ബ്രഹ്മചാരികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബ്രാഹ്മണ എന്ന് പറയുന്നതാണ് ഗൃഹസ്ഥർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥൻ ജീവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, ദൈനംദിന അനുഷ്ഠിക്കേണ്ട ജീവിത കാര്യങ്ങളെ കുറിച്ചൊക്കെ ബ്രാഹ്മണ പറയുന്നത്. ആരണ്യം എന്ന് പറയുന്നത് വാനപ്രസ്ഥം. ആരണ്യം എന്ന് പറയുന്ന വാക്കിന് തന്നെ അർത്ഥം എന്താണ്? ആരണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്, ആരണ്യം, അല്ലേ? പിന്നെ എന്തെന്ന് പറഞ്ഞത്, അത് രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധക്കളത്തിനാണ് രണം എന്ന് പറയും. ആരണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമില്ലാത്ത സ്ഥലം. അതായത് മനസ്സിനകത്ത് ഒരു സംഘർഷമില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ വാനപ്രസ്ഥം. ആ ഒരു അവസ്ഥയിലേക്ക് പോകണം നമ്മൾ. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമം ആയിരിക്കുമ്പോൾ അത് പരിശീലിക്കണം. നമ്മൾ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിച്ഛേദിച്ച് നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ആരണ്യ അവസ്ഥ എന്ന് പറയുന്നത്. കാട്ടിൽ പോകണമെന്ന് ഉള്ള അർത്ഥമല്ല. അവർക്ക് പറഞ്ഞിരിക്കുന്നതാണ് ആരണ്യം. അതില് വേദത്തിൽ ഒരു ഭാഗമാണ് ആരണ്യം എന്ന് പറയുന്നത്, വാനപ്രസ്ഥം. പിന്നെ പറയുന്നത് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറയുന്നത് പരിവ്രജകാചാര്യന്മാർ അല്ലെങ്കിൽ സന്യാസികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഉണ്ട് ഉപനിഷത്ത്, ഗീതാ ഉപനിഷത്ത്. ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഉപനിഷത്താണ്. ഈശോപനിഷത്ത് ഒരു ഉപനിഷത്താണ്. അപ്പൊ ഇതൊക്കെ നമുക്കും പഠിക്കണം, ഗൃഹസ്ഥരും പഠിക്കേണ്ടതാണ്. അപ്പോൾ കാര്യം ഇതിലൊക്കെ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പോഴേ ആ ഉപനിഷത്ത്, ഈശോ ഉപനിഷത്ത്, ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താണ്? ഉപനിഷത്തുകളെ വേദാന്തം എന്നാണ് പറയുന്നത്. വേദങ്ങളുടെ അന്ത്യം.
നമുക്കറിയാം സർവ ഉപനിഷത്തോ ഗാവഭൂത ഗോപാലനന്ദന പാർത്ഥ വത്സസുതി പൊട്ട് ദുഃഖം ഗീതാമൃതമാണ്. ഈ വേദങ്ങളുടെ എല്ലാം സാരാംശമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. വേദങ്ങളുടെ അന്ത്യം. അതിലെന്താണ് പറയുന്നത്? ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കാനാണ് പറയുന്നത് വേദങ്ങളുടെ അന്ത്യം. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം വേദാന്തമാണ്. ഉപനിഷത്തിന്റെയൊക്കെ എന്താണ് സംക്ഷിപ്തമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് തോന്നുന്നത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ ഭൂവി ഭാവുകം. അല്ലെ? എല്ലാ കൽപ്പവൃക്ഷമാകുന്ന വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ പരിപക്വമായിട്ടുള്ള ഫലമാണ് ശ്രീമദ് ഭാഗവതം. ഇപ്പോൾ ഭാഗവത വിധി എന്ന് പറയുമ്പോൾ അതെല്ലാം പറഞ്ഞു വരുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഗവത വിധി അത്രയ്ക്കധികം എന്താണ് ഈ പരിവ്രജ, അതായത് സർവ ഇന്ദ്രിയങ്ങളിൽ നിന്നിട്ടും നമുക്ക് എന്താണ്, അതായത് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളില്ലാതെ ഭഗവാനിൽ മാത്രം പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്ന ഒരു ഭക്തനെ ആ മാർഗമാണ്. ആ ഒരു മാർഗത്തിനെയാണ് ഭാഗവത വിധി എന്ന് പറയുന്നത്. ഭഗവാന് പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് അർപ്പിച്ചുള്ള ഒരു ജീവിതത്തെയാണ് ഭാഗവത വിധി എന്ന് പറയുന്നത്. നമ്മുടെ ആയിട്ടുള്ള ഒരു സ്വാർത്ഥതയ്ക്ക് അവിടെ എന്താണ് ഒരു പ്രാധാന്യമില്ല. അപ്പോൾ ഇവിടെ ശ്രീ ശുകദേവ ഗോസ്വാമി, അതുപോലെ ശുകദേവ ഗോസ്വാമി ശരിക്കും ബ്രഹ്മർഷിയായിരുന്നു. അതായത് അദ്ദേഹത്തിന് ബ്രഹ്മർഷി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതായത് ബ്രഹ്മത്തിൽ മാത്രം ഉപാസിക്കുന്ന ഒരാളായിരുന്നു. കാര്യം പ്രസവിച്ചിട്ടുടൻ തന്നെ അദ്ദേഹം ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല, അദ്ദേഹം ആ ബ്രഹ്മത്തിൽ മാത്രം, ആ ആനന്ദത്തിൽ മാത്രം അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വ്യാസദേവൻ എന്ത് ചെയ്തു? ആ ബ്രഹ്മർഷിയായിട്ടുള്ള ശുകദേവ ഗോസ്വാമി തന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം 2 ശ്ലോകങ്ങൾ ഉറക്കെ പറഞ്ഞു. ആ ശ്ലോകത്തിൽ ആകർഷിതമായിട്ടാണ് ശുകദേവ ഗോസ്വാമി നാരദ മഹർഷിയുടെ അരികിലേക്ക് വന്നു. അഹോ ബഗീയം സ്തനകാളകൂടം ജിഹാംസയാപായത്യപ്യസാധി ലേഭേ ഗതിം ദാത്രിജിതാം തദോന്യം കംവാദയാലു ശരണം വ്രജേമേ. ഭഗവാന്റെ അത്ര അധികം കാരുണ്യമുള്ള ആരാണുള്ളത്? അഹോ ബഗീയം സ്തനകാളം. ഭഗന്റെ സഹോദരിയായിട്ടുള്ള പൂതന എന്തിനാണ് വന്ന്? ജിഗാംസയാപായ, അസൂയയുടെ മൂർത്തിമ രൂപമായിരുന്നു പൂതന. ഭഗവാനെ കൊല്ലണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം. ആ ആഗ്രഹത്തിൽ വന്ന ആ പൂതനയ്ക്ക് പോലും ഭഗവാൻ ധാത്രി, അമ്മയുടെ സ്ഥാനം നൽകി കാരുണ്യം കാണിച്ചതാണ്. അത്രയ്ക്കുള്ള കാരുണ്യമൂർത്തിയായിട്ടുള്ള ആ ഭഗവാന് ശരണം പ്രാപിക്കും. ഈ ശ്ലോകം കേട്ടിട്ടാണ് ശുകദേവ ഗോസ്വാമി വ്യാസദേവന്റെ അരികിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന ആ ശുകദേവ ഗോസ്വാമിക്ക് വ്യാസദേവൻ ഈ മഹത്തായിട്ടുള്ള പുരാണം പറഞ്ഞു കൊടുത്തു. ഇവിടെ ചില പ്രഭുപാദ് പറയുന്നുണ്ട്, ഈ പുരാണത്തിൽ പലതരത്തിലുള്ള കഥകളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇതെല്ലാം ഈ പലതരത്തിലുള്ള ബ്രഹ്മാണ്ടങ്ങളിലും മറ്റ് ഗ്രഹങ്ങളിലേക്ക് നടക്കുന്ന ചരിത്രങ്ങളും കൂടെ ചേർന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം നമുക്ക് പലതും അവിശ്വസനീയമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് യഥാർത്ഥത്തിൽ വ്യാസദേവൻ നമ്മൾ പറ്റിക്കുകയല്ല ചെയ്തു. യഥാർത്ഥ ചരിത്രമാണ്. പക്ഷെ മറ്റ് ഗ്രഹങ്ങളിലുള്ളതും ചരിത്രങ്ങളും വരുന്നപ്പോൾ നമുക്ക് പറ്റില്ല. ഇപ്പൊ നമുക്ക് ഈ കരയിൽ ജീവിക്കുന്ന നമുക്ക് വെള്ളത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടുത്തെ ഓക്സിജൻ ശ്വസിച്ചിട്ടാണ് നമുക്ക് കഴിയാൻ പറ്റുന്നത്. പക്ഷെ വെള്ളത്തിനകത്ത് നമ്മൾ മുക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ചത്തുപോകും. ഇപ്പോൾ നമ്മൾ ഉടനെ വിധി പറയാണ്, ഒരിക്കലും വെള്ളത്തിനകത്ത് ജീവജാലങ്ങളില്ല, അവിടെ ജീവിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ആ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ ശരിയാവും? ഇല്ല. നമ്മൾ സമുദ്രത്തിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ ഇഷ്ടംപോലെ ജീവജാലങ്ങളില്ലേ. അപ്പോൾ അവയ്ക്ക് അവിടെ ജീവിക്കാൻ തക്ക രീതിയിലുള്ള ശരീരം. അതുപോലെ തന്നെ ബ്രഹ്മാണ്ടങ്ങൾ, പല പല ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ആ ബ്രഹ്മാണ്ടത്തിൽ വിവിധ ഗ്രഹങ്ങളുണ്ട്. അവയ്ക്കൊക്കെ അവിടെയൊക്കെ ജീവിക്കാൻ തക്കതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ആ ചരിത്രമാണ് പറയുന്നത്. അതിനാൽ വളരെയധികം സത്യം തന്നെയാണ്. പിന്നെ പറയുന്നത് ശ്രീമദ് ഭാഗവതം നമ്മൾ കേൾക്കേണ്ടത് എങ്ങനെയാണ്? ശരിക്കും ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഭാഗവതം കേൾക്കാൻ പാടില്ല. കാര്യം അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്,
ഈ വിഷം ദംശിച്ച പാലിന് തുല്യമാണെന്നായിട്ടാണ് പറയുന്നത്. എന്നാൽ ഒരിക്കലും കച്ചവട മനോഭാവത്തോടുകൂടിയ ആളിൽ നിന്ന് ഒരിക്കലും ശ്രീമദ് ഭാഗവതം കേൾക്കാൻ പാടില്ല. ശരിക്കും പരമ്പരയിൽ കൂടി വരുന്ന പ്രമാണികന്മാരിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ശ്രീമദ് ഭാഗവതം കേൾക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഇതാണ് ഈ ശ്ലോകത്തിലെ ചെറിയ ഒരു എന്താണ് സംക്ഷിപ്ത രൂപം. ഹരേ കൃഷ്ണ. സമയമായെന്ന് തോന്നുന്നു, അധികരിച്ചെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സമയമുണ്ട് പ്രഭു, എന്തെങ്കിലും കൂടെ ഷെയർ ചെയ്യണമെങ്കിൽ ദയവായി ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഒരു 5 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് മധുരവാസം, അതൊന്നും പറയുന്നു. അത് പറ്റുവിനോദ് ഠാക്കൂർ നമുക്ക് അനുശാസിക്കേണ്ട രീതിയിൽ ഒരു ഗൃഹസ്ഥർ ഗൃഹസ്ഥരല്ല എല്ലാവരും അനുശാസിക്കേണ്ട രീതി പറയുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ ഭഗവാന്റെ നാമജപം. അതാ പറഞ്ഞത്, നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക. 2 ഭാഗവതം, ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ ദിവസേന വായിക്കുക. 3 എന്ന് പറഞ്ഞ് വിഗ്രഹ ആരാധന. നമ്മൾ ഭഗവാനെ വിഗ്രഹ ആരാധന, വീട്ടിൽ വർഷിപ്പ്, നമ്മൾ ആരാധന നടത്തണം. ഭഗവാനെ നമ്മൾ വിഗ്രഹം വെച്ച് ആരാധിക്കാം, ഫോട്ടോ വെച്ച് ആരാധിക്കാം, അങ്ങനെ ആ രീതിയിലുള്ള ആരാധന. 4 എന്ന് പറയുന്നത് സത്സംഗം. നമ്മൾ ഭഗവത് ഭക്തന്മാരുമായിട്ട് എപ്പോഴും ചേർന്ന് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ പറയുക, അങ്ങനെ സത്സംഗം ചെയ്യുക. 5 മധുരാവാസം. മധുരാവാസം എന്ന് പറഞ്ഞാൽ അറിയാം, ദിവ്യധാമങ്ങളിൽ നമ്മൾ വസിക്കുക. ദിവ്യധാമങ്ങൾ വസിക്കേണ്ട പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും മഹത്തായിട്ടുള്ള ആളുകൾ വരും. അപ്പോൾ അവരുമായിട്ട് നമുക്ക് സംഘം ചേർന്ന് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ഉപദേശങ്ങൾ നമുക്ക് ജീവിതത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അങ്ങനെ ഇപ്പൊ വൃന്ദാവനത്തിലേക്ക് പോകാൻ അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സത്സംഗം തന്നെ ചെയ്യുക. എവിടെയാണോ ഭഗവാൻ വർഷിപ്പ് ചെയ്യുന്ന സ്ഥലം, എവിടെയാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, അതെല്ലാം വൃന്ദാവനമായിട്ടാണ് കരുതിയാൽ മതി എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. ആ രീതിയിലുള്ള 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ABCD എന്ന് പറഞ്ഞ് നമ്മൾ ഓർമ്മിച്ചാൽ മതി. ABCD എന്ന് വെച്ചാൽ അസോസിയേഷൻ. B എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാഗവതം. C എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻഡിങ്. D എന്ന് വെച്ചാൽ DT വർഷിപ്പ്. പിന്നെ ഒരു D കൂടെ ഉണ്ട്, എന്താണ് ധാമം എന്നുള്ള D. അത് നല്ല ഓർമ്മിക്കാൻ നല്ല എളുപ്പമാണ്. ABCDD ഇങ്ങനെ 5 കാര്യം. അതിലൊരു D അഡീഷണൽ ആയിട്ടുണ്ട്, ധാമവാസം. A എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ, B എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവതം ഭഗവത്ഗീത, C എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻഡിങ്, D എന്ന് വെച്ച് കഴിഞ്ഞാൽ DT വർഷിപ്പ് വിഗ്രഹാരാധന, പിന്നെ ഒരു D എന്ന് പറയുന്നത് ധാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്, വളരെ സന്തോഷം പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റിയാലിപ്പോ. എല്ലാരും തിരക്കുള്ള സമയമല്ല പ്രഭു. അത് കുഴപ്പമില്ല പ്രഭു, എന്നാലും പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാൻ നമുക്ക് സന്തോഷമാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ. സുഖം. പുതിയ വീടൊക്കെ വെച്ചു, പാലിച്ചു. പ്രഭു ഹരേ കൃഷ്ണ. സേവ ചെയ്തു പ്രഭു. പ്രഭു സന്തോഷം, പ്രഭുവിനെ കണ്ടതിലും പ്രഭുവിന്റെ ക്ലാസ് കേട്ടതിലും വളരെ സന്തോഷം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിങ്ങളെ കാണാൻ പറ്റുന്ന എനിക്ക് വളരെ സന്തോഷം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കൃപാസാർ പ്രഭുവിനെ അറിയാത്തവർക്ക് വേണ്ടി കൃപാസാർ പ്രഭു വളരെ നമ്മുടെ എല്ലാവരും ശിക്ഷാ ഗുരുവാണ്. അപ്പൊ എന്ത് ഡൗട്ട് വേണമെങ്കിലും പ്രഭുവിന്റെ അടുത്ത് ചോദിക്കാം ആളുകൾക്ക്. നമുക്ക് അറിയാൻ പറ്റാത്ത പലരും കൃപാസാർ പ്രഭുവിനെ കിട്ടും. അപ്പൊ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക എല്ലാവരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തുടക്കത്തിൽ മാത്രം നിങ്ങൾ ശിക്ഷാ ഗുരു, ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ ശിക്ഷാ ഗുരുക്കളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ സന്തോഷം കൃപാസാർ പ്രഭു. പ്രഭു വളരെ സന്തോഷം പ്രഭു. സൂപ്പർ ക്ലാസ്, നന്നായിരുന്നു. പ്രഭുവിന്റെ അസോസിയേഷൻ എടുത്തിട്ട് കാലം കുറെ ആയി. വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി. ഭഗവാൻ ഗ്രഹിക്കട്ടെ. ഞാൻ പ്രഭുവിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രഭു ശരിക്കും ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശിക്ഷാഗുരുവാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രഭുവിനെ ആദ്യമായി കാണുന്നത് ഇസ്കോൺ തൈക്കാട് വെച്ചാണ്. അതിനുശേഷം പ്രഭുവിന്റെ അസോസിയേഷൻ ഒക്കെ നമുക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടി
തൃപ്പാദപുരത്ത് റെഗുലറായിട്ട് സത്സംഗത്തിന് പോകുമായിരുന്നു. അവിടുത്തെ തൂണാണ് പ്രഭു, അവിടുത്തെ ഫൗണ്ടർ മെമ്പറാണ് പ്രഭു. അവിടെ നിന്നുമാണ് ഒരുപാട് ഡിവോട്ടീസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ചക്രപ്രഭു ആയാലും പരമാനന്ദ പ്രഭു ആയാലും പരിപൂർണ പ്രഭു ആയാലും ഒക്കെ വന്നത് കൃപാസാഗർ പ്രഭുവിന്റെ തുടക്കത്തിലുള്ള ശിഷ്യ ഗുരുവായിട്ട് നിന്ന് ഞങ്ങളെയൊക്കെ ഗൈഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. പ്രഭുവിന്റെ പാട്ട് വളരെ സ്വീറ്റും സ്വാദുള്ളതുമാണ്. അത്ര ആത്മാർത്ഥമായിട്ട് പ്രഭു പാടും. നല്ലൊരു ഗായകനാണ്. ഭഗവാനെ നല്ല പുകഴ്ത്തി പാടാൻ പ്രഭുവിന് കഴിയും. നല്ല രീതിയിൽ ഇതപ്പൊ കണ്ടോ, ക്ലാസ് എടുത്തതുപോലെ ക്ലാസ് എടുക്കാൻ പറ്റും. ഇന്നിപ്പോ പ്രഭു ഭഗവാന്റെ കൃപയിൽ ബഹ്റിനിലല്ലേ പ്രഭു? അതെ അതെ പ്രഭു, അതെ, ബഹ്റിനിലാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ഡിവോട്ടി ഫാമിലി ഭഗവാൻ സംഭാവന ചെയ്തു. മാതാജിയും നല്ല സൂപ്പർ ക്ലാസ് എടുക്കുന്ന മാതാജിയാണ്. നല്ല രീതിയിൽ ഭക്തിയുക്ത ഭഗവത്സേവനം ചെയ്യുന്ന ഒരു മാതൃകാ ഗൃഹസ്ഥനാണ് പ്രഭു. വളരെ സീനിയർ ഡിവോട്ടിയാണ്. കാണുമ്പോൾ ചെറുപ്പക്കാരനെ പോലെ ഉണ്ടെങ്കിലും പ്രഭു ഭക്തിയിൽ എന്നും ചെറുപ്പം തന്നെ എങ്കിലും ശരിക്കും പ്രഭു നല്ല സീനിയർ ഡിവോട്ടിയാണ്. നമ്മുടെ എല്ലാവരുടെയും ശിഷ്യാഗുരുവാണ്. ഇവിടെയുള്ള ഒട്ടുമുക്കാൽ ആൾക്കാരുടെയും ശിഷ്യാഗുരുവാണ് പ്രഭു. ഹിസ് ഗ്രേസ് പതിതവാൻ പ്രഭു ആണ് നമ്മുടെ ഈ ക്ലാസ്സിന് വേണ്ടി അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്തത്. പ്രഭു വിനയപൂർവ്വം അത് സ്വീകരിക്കുകയും നമ്മളെല്ലാം അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രഭു ഇനിയും നമ്മൾ ഒരുമിച്ച് കൂടണം. ദൂരം നമുക്കൊരു പ്രശ്നമാവരുത്. പ്രഭു ദയവായി ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വരണം പ്രഭു. സന്തോഷം പ്രഭു, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തീരെ വയ്യ, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ. ഹരേ കൃഷ്ണ. ഹോസ്പിറ്റലിൽ പോയില്ലേ ഇന്ന്? ഇന്ന് പോയില്ല, പോകാനിരുന്നതാണ്, പോകാൻ പറ്റിയില്ല. പിന്നെ ഇന്നിപ്പോ തീരെ വയ്യ. ഹരേ ഹരേ പ്രഭു കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലീവായിക്കോട്ടെ പ്രഭുജി. ആ ശരി. അമ്പലത്തിൽ പോണം. ആ ശരി ശരി വന്നേ. ശരി. ഹരേ കൃഷ്ണ. ഒരു നല്ലൊരു ഇൻഫർമേഷൻ കൂടെ ഉണ്ട്, ദയവായി ഭക്തന്മാരുടെ ഒരു ശ്രദ്ധയ്ക്ക്. ഇന്ന് നമ്മുടെ ഹിസ് ഗ്രേസ് നമ്മുടെ പതിതവാൻ പ്രഭുവിന്റെയും ദ്വാരകാദേവി മാതാജിയുടെയും വെഡിങ് ഡേയും കൂടിയാണ്. കൃപാസാഗർ പ്രഭു അത് എല്ലാ ഭക്തന്മാരെയും നമുക്ക് അവർക്ക് എല്ലാ സൗഭാഗ്യം വരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം. പ്രഭുവിന്റെ അനുമതിയോടുകൂടി ഒന്ന് ചെയ്യണം പ്രഭു. എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രധാൻ പ്രഭു, താങ്ക് യു ദ്വാരക മാതാജി. എല്ലാ സൗഭാഗ്യം ഭാഗം. Thank you so much for your prayers and blessings. Hare Krishna. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം. കുറെ പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാൻ കുറെ ക്ലാസ് കേട്ടു. അമ്മ അച്ഛന് അവര് പരിപൂർണ്ണയുടെ അടുത്താണ് പ്രഭു, കാനഡയിൽ. കാനഡോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇനി ഇതുപോലെ ക്ലാസ് കേൾക്കാനുള്ള ഭാഗ്യം തരണം ഞങ്ങക്ക്. നിങ്ങളുടെ അസോസിയേഷൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ലീവ് ആവട്ടാ പ്രഭു? ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാമം. ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ.